ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് കർക്കിടക മാസം 1. പ്രപഞ്ചത്തിലൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് തന്നെ എനിക്കിതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളോട് പറയണ്ടെന്ന് എനിക്കറിയാം, പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷങ്ങളാണ്. നിങ്ങളിപ്പോൾ ചോദിക്കും എന്നോട്, എന്താണ് 2 ദിവസം വീഡിയോ കണ്ടില്ലല്ലോ എന്ന്, അല്ലേ? ചില പ്രതികൂല സാഹചര്യം ആയിട്ടാണ്. മഴ, പിന്നെ അതുപോലെ തന്നെ വൈഫൈ കണക്ഷൻ ഒക്കെ പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ അവിടെ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനല്ലേ പറ്റൂ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ട്രാപ്ഡ് ഇൻ ഫിയർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ മുകളിൽ നിന്നുള്ള ലൈറ്റ് കൊണ്ടാണ് അതങ്ങനെ ഡിമ്മായിട്ടിരിക്കുന്നത്. ട്രാപ്ഡ് ഇൻ ഫിയർ എന്നുള്ളതാണ് അത് വന്നിരിക്കുന്നത്. Love begins. Prosperity begins. Heartache and loss. Wisdom. Rejoice in celebration. Awareness. ബാലൻസ്. ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാർമണി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, പലരും നിങ്ങളോട് ഐക്യം പ്രാപിക്കാൻ വരുന്നുണ്ട്. ഐക്യം പ്രാപിച്ച നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. വിട്ടു പിരിഞ്ഞു പോയിരുന്നവർ, അല്ലെങ്കിൽ കുറച്ചു കാലം അകന്നിരുന്നവർ വീണ്ടും കൂടി ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ്. ദൈവികമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ട്രാപ്ഡ് ഇൻ ഫിയർ ആണ്. ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം. നിങ്ങളുടെ ജീവിത സാഹചര്യം നിമിത്തം നിങ്ങൾ പലപ്പോഴും പേടിച്ചിട്ടോ അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥയിൽ കഴിയേണ്ടതായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ നിങ്ങൾക്കത് അനുഭവപ്പെടേണ്ടതായിട്ടുള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പേടിച്ച് ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടാവാം. പലരോടും ഇന്ന് എല്ലാവരോടും നല്ല സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ 1-2 കാർഡ്സ് മാത്രം കുറച്ച് നിങ്ങളുടേതായ വിഷമം, നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ
വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? കുറച്ച് പേർ മാത്രം. മറ്റുള്ളവർ നിങ്ങളെ കെണിയിൽപ്പെടുത്തിയിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ അബദ്ധങ്ങളിൽ ചാടിച്ചേക്കാം. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത് നിങ്ങളുടെ സാഹചര്യമാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തവും ആവാം. അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എനിക്കതങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് ലോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഹൃദയപരമായ ഇമോഷൻസ്, ഹൃദയം മുറിപ്പെട്ട വേദന അനുഭവിക്കുന്ന ചിലരുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ, എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരേ സാഹചര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ പലരും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, ഒരുപാട് വിഷമകരമായ സാഹചര്യത്തിൽ കുടുങ്ങിയിരിക്കുന്നവരുണ്ട് ഇവിടെ. അതാണ് പറയുന്നത്. എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളിൽ, സാമ്പത്തിക പരാജയം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പരാജയം, പ്രശ്നങ്ങൾ, ഏത് കാര്യത്തിലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാം. അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങൾ അതുകൊണ്ടാകാം. ജോലി ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുകയാണ്, ഒരിക്കലും അതങ്ങോട്ട് ലഭിക്കുന്നില്ല, ഉദ്ദേശിച്ച ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു പ്രയോജനം അവിടെ നിന്ന് കിട്ടുന്നില്ല, ഒരു റിസൾട്ട് അവിടെ നിന്ന് വരുന്നില്ല. അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അല്ല എങ്കിൽ ശമ്പളം നല്ല രീതിയിൽ കിട്ടുന്നില്ല, നല്ല രീതിയിൽ ശമ്പളം ഉണ്ടെന്ന് കരുതി ചില ജോലിക്ക് പോയതാണ്, പക്ഷേ അവിടെയും പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയും ഉണ്ടാകാം. അല്ലെങ്കിൽ വിശ്വസിച്ച് സ്നേഹിച്ചവർ വഞ്ചിച്ചിട്ട് പോയ കഥകൾ ഒരുപാട് പേർക്ക് അത് പറയാനുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ ഇവിടെ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. പക്ഷേ അവിടെ നിന്നും കണ്ടില്ലേ, ഇവിടെ ബാക്കിയുള്ളതെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ഇവിടെ ലവ് ബിഗിൻസ്. നിങ്ങൾക്കൊരു മാസത്തിനകം 1 ആണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഒരാഴ്ച അല്ല എങ്കിൽ ഒരു മാസത്തിനകം. ഈ ഒരു കർക്കിടക മാസം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇതേപോലെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെടും എന്നാണ് ഇവിടെ കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നതാണ് ഹാർമണി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഇതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോകുന്നു, എത്തപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ലവ് ബിഗിൻസ്, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയുള്ള ഒരു സ്നേഹം, ഒരുപാട് പ്രതീക്ഷകളിൽ നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും പഴയ അനുഭവങ്ങളെ വെച്ചിട്ട് ആ ഒരു അനുഭവത്തിലൂടെ ഇനി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചിട്ട് പുതിയ തീരുമാനമെടുത്ത് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. സന്തോഷം മനസ്സിൽ നിറയ്ക്കുമ്പോൾ, അതായത് പോസിറ്റിവിറ്റിയെ നിങ്ങൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി നെഗറ്റീവായ സാഹചര്യങ്ങളെ ഞാൻ ഒന്നും ഓർക്കുക പോലുമില്ല. നിങ്ങളത് ഓർക്കരുത്. നെഗറ്റീവായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ഇങ്ങനെ വിഷമിച്ച് നെഗറ്റീവാകും, മനസ്സ് നിറയെ നെഗറ്റീവാകും. ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ദൈവികമായ പ്രകാശം കടന്നു വരില്ല. ദൈവികമായ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാക്കി വെക്കൂ. നിങ്ങളുടെ ഹൃദയം ഒന്ന് ഒഴിച്ചിടൂ. ആ സ്ഥലം ഒഴിച്ചിട്ടാൽ മാത്രമേ ഇവിടെ ദൈവത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടം ലഭിക്കൂ. മനസ്സിലായില്ലേ? ആ ഒരു പ്രകാശത്തെ ദൈവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകാശമാണ്. ആ ഒരു പ്രകാശത്തിന് കടന്നു വരണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഇരുട്ടിനെ മാറ്റി വെച്ചെങ്കിലേ പറ്റൂ. നിങ്ങളെപ്പോഴും ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരിലേക്ക് പെട്ടെന്ന് സന്തോഷം കടന്നു വരില്ല. അതേ സമയത്ത് ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സന്തോഷത്തിലേക്ക് എനിക്കൊരു ജീവിതം നയിക്കണം, എനിക്ക് സന്തോഷം അനുഭവിക്കണം എന്ന് കരുതി സ്വയം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യൂ. നിങ്ങളെ പലരും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ മിടുക്കരാണ്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ എനർജി അങ്ങ് ഡൗൺ ആവും. ഒന്നും ചിന്തിക്കാൻ വയ്യ, ഒന്നും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്താണതങ്ങനെ? അപ്പോൾ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യൂ. ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല. മനസ്സിലായില്ലേ? അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, എനിക്ക് ഇത് അനുഭവിച്ച് കഴിയാനുള്ള സമയമൊക്കെയാണ്, ഞാനിത് കുറേ കാലം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു, ഇനി എനിക്കിത് വയ്യ, ഞാൻ ഇനി ഇത് അനുഭവിക്കുന്നില്ല, എൻ്റെ ദുഃഖം മുഴുവൻ ഞാൻ യൂണിവേഴ്സിന് സമർപ്പിക്കുകയാണ്, അവിടെ നിന്ന് എന്നെ നേർവഴിക്ക് നയിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഞാൻ ഈ ജോലിക്ക് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്,
എനിക്കത് ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. യൂണിവേഴ്സിനെ വിശ്വസിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അവിടെയാണ് നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി ബിഗിൻസ് വരുന്നത്, ലവ് ബിഗിൻസ് വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം തുടങ്ങും, മറ്റുള്ളവർ സ്നേഹിക്കാൻ തുടങ്ങും, നിങ്ങൾ അവരെയും സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്കിവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനൊക്കെ കാണുന്നുണ്ട്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരുടെ സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും നിങ്ങൾക്ക് സമയം അടുക്കും, അല്ലെങ്കിൽ അതിനൊരു സമയമായി ഈ സാഹചര്യം നിങ്ങളിലേക്ക് അനുകൂലമായി വരിക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്. പ്രോസ്പെറിറ്റി ബിഗിൻസ് എന്ന് പറയുമ്പോൾ ഐശ്വര്യം വർദ്ധിച്ചു വരികയാണ്. കണ്ടില്ലേ? ഒരു കുടുംബം ഒന്നിച്ച് ചേരുമ്പോൾ ഇവിടെ എന്താണ്? ഐശ്വര്യം. ഇവിടെ ഒരു കുടുംബം ഇരുകരങ്ങൾ ചേരുമ്പോൾ എന്താണ്? ഇവിടെ ലവ് ബിഗിൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ. പ്രത്യേകം ഓർത്താണ്, ഇന്നത്തെ ഒരു സന്തോഷ വാർത്തയാണ്. നിങ്ങൾക്ക് പലർക്കും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനും ഐശ്വര്യം വർദ്ധിച്ചു വരുവാനുമുള്ള ഒരു സമയം ആയിരിക്കുന്നു, അടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നത് വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് കുറേ പേർക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഈ അറിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. സത്യസന്ധമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളിൽ പലർക്കും അറിവുണ്ട്, നല്ല അറിവുണ്ട്. പക്ഷേ നിങ്ങളത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് നിമിത്തമാണ് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് വരുന്നതും ട്രാപ്ഡ് ഇൻ ഫിയർ വരുന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ ദുഃഖത്തിൽ പോകുന്നത്, പേടിക്കുന്ന അവസ്ഥകൾ വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. വേണ്ട വിധത്തിൽ അത് വേണ്ട സമയത്ത് നിങ്ങൾക്ക് പ്രയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് കാര്യം. അഥവാ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പലർക്കും കണ്ടില്ലേ, അറിവ് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് അഥവാ മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഐശ്വര്യത്തിൻ്റെ വർധനമാണ്. പല കാര്യങ്ങളിലുള്ള തിരിച്ചറിവ് വരികയാണ്. മനസ്സിലായില്ല? ഞാൻ എപ്പോഴും പറയാറുണ്ട്, 7 ചക്രാസിനെ ആക്റ്റീവാക്കി വെക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യപരമായും ധനപരമായുമുള്ള വർധനയ്ക്ക് അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ പലർക്കും അത്തരത്തിലുള്ളൊരു ആക്ടിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം പ്രയോജനപ്പെടുത്തി എടുക്കുക എന്ന് മാത്രമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ. കണ്ടില്ലേ? ഇവിടെ അവയർനെസ് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്പറാണ്. കണ്ടോ? അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ്. ശിരസിന് ഏറ്റവും മുകളിലായി കാണുന്ന ചക്രയാണ് ക്രൗൺ ചക്ര എന്ന് ഞാൻ പറഞ്ഞല്ലോ. 7 ചക്രാസിൽ ഏറ്റവും താഴെയായിട്ട് റൂട്ട് ചക്ര വരുന്നുണ്ട്, ഏറ്റവും മുകളിലായിട്ടോ ക്രൗൺ ചക്ര. അപ്പോൾ ഈ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കാര്യങ്ങളിലുള്ള സത്യാവസ്ഥ, ഒരുപാട് കാര്യങ്ങളിലെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമായിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത് വന്നിട്ട് ഈ ഒരു വർക്ക് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സക്സസ് വരാൻ ഉള്ള ഒരു സാഹചര്യം അടുത്ത് വന്നിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും മനസ്സിന് സന്തോഷം, സമാധാനം, അതുപോലെ തന്നെ സംതൃപ്തി അനുഭവിക്കുക, ഇതൊക്കെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ ഇവിടെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ. കണ്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത, സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ. മനസ്സിലായില്ലേ? സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് പേർ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതനുസരിച്ച് തന്നെയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിൽ പങ്കെടുക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഇവിടെ ബാലൻസ് നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ, നിങ്ങൾ ആ സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 11 എന്നുള്ള നമ്പരും കണ്ടില്ലേ? 11 എന്നുള്ള നമ്പർ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു നമ്പർ വരുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട് ഏഞ്ചൽസിൽ നിന്നും. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് എവിടെ നിന്ന് വരുന്നതാണ്? ഹയർ സെൽഫിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പ്യുവറായിട്ടുള്ള മെസ്സേജാണ് അവർ കൊണ്ടുവരുന്നത്. അവരുടെ സോള് പ്യുവർ ആയതുകൊണ്ട് ഹയർ സെൽഫിൽ നിന്നും അവർക്ക് എളുപ്പം കണക്റ്റ് ആവാൻ പറ്റും, അവർക്ക് എളുപ്പം മെസ്സേജ് സ്വീകരിക്കാൻ പറ്റും. ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്.
മനസ്സിലായില്ലേ? നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് എങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരാവണം നിങ്ങൾ ഈ മെസ്സേജ് സ്വീകരിക്കാനുള്ള തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കി വയ്ക്കുകയാണ് വേണ്ടത്. സന്തോഷത്തെ സ്വീകരിക്കാനും നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം. എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് പലർക്കും ഒരു ആഗ്രഹമാണ് നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അവർക്കത് ലഭിക്കും, വളരെയധികം സന്തോഷം ലഭിക്കും. കാരണം എങ്ങനെയാണ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് കൊണ്ടിട്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങളുടെ കർമ്മയാണ് കൂടുന്നത്, നിങ്ങളുടെ കർമ്മയുടെ ബാഗേജ് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ, അങ്ങനെ ശ്രദ്ധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ലവ് ബിഗിൻസ് 1 ആണ്, പ്രോസ്പെറിറ്റി ബിഗിൻസ് 1 ആണ്, അവെയർനെസ് 1 ആണ്. ഇവിടെ ബാലൻസ് 11 ആണ്. 11 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് നിങ്ങൾക്കൊരു മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് നല്ല ഒരു തുടക്കം വരികയാണ്, ഒരു മാറ്റം വരികയാണ്. അത് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് നിങ്ങൾക്ക് ചുറ്റും ബട്ടർഫ്ലൈ വരുന്നത്. എത്ര പേർ നിന്നാലും, എത്രയോ 5-6 പേരുടെ ഇടയിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിൽക്കുന്നത്. ഈ ബട്ടർഫ്ലൈ നിങ്ങളുടെ അടുത്തു കൂടെ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ കാണത്തക്ക വിധത്തിൽ മാത്രം ചിലപ്പോൾ ഇത് പറന്നു പോകുന്നത് കാണാം, അല്ലേ? നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അതിശയം വരുമായിരിക്കാം. ഇതൊക്കെ എന്താണ്? നിങ്ങൾക്കൊരു മെസ്സേജ് കൊണ്ടുവരികയാണ്, നിങ്ങൾക്കൊരു മാറ്റം ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത്തരമൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ ഹയർ സെൽഫിൽ നിന്നും അതുപോലെ തന്നെ ഏഞ്ചൽസിൽ നിന്നും ലഭിക്കുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് നിങ്ങളുടെ ഇന്നത്തെ ഭാഗ്യ ദിവസം, ഇന്നത്തെ ഒരു ഭാഗ്യ ദിവസമല്ലേ, അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്ന് നോക്കാം. ഫോർച്യൂൺ, നിങ്ങളുടെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന സന്തോഷകരമായ വാർത്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്ലൗഡ്സാണ് വന്നിരിക്കുന്നത്. ടെമ്പററി പ്രോബ്ലംസ് ആണ്, അതായത് താൽക്കാലികമായ അവസ്ഥ. ഞാനിവിടെ പറഞ്ഞില്ലേ, ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് വന്നപ്പോഴും ട്രാപ്ഡ് ഇൻ ഫിയർ വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിത് താൽക്കാലികമായ ഒരവസ്ഥ മാത്രമാണിത്. നിങ്ങളിതിനെ കടന്നു പോകും, കടന്ന് സന്തോഷകരമായ അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ്. അതുപോലെ പൈനാപ്പിൾ കണ്ടില്ലേ, റീകൺസിലേഷനാണ്. നിങ്ങളിവിടെ പിണങ്ങിയിരിക്കുന്ന ആൾക്കാർക്കും കൂടിച്ചേരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലേ? ഹാർമണി വന്നിരിക്കുന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ കൂടിച്ചേരാനുള്ള ഒരു എനർജിയാണ്, തിരിച്ചു വരാനുള്ള, പിണങ്ങിയിരിക്കുന്നവർ തിരികെ വരാനുള്ള ഒരു എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ്. കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനെ നേടണമെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു നേട്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് എഫേർട്സ് എടുക്കണം, പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ചുമ്മാതെ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. എത്രമാത്രം വീഡിയോസ് വെറുതെ കുത്തിയിരുന്ന് കണ്ടതുകൊണ്ട് ഒന്നും നടക്കില്ല. നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ, ഒരു ലക്ഷ്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ചില വീഡിയോസൊക്കെ കാണും. ആ ഒരു സന്തോഷം, ആ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വന്നിരിക്കും, വരാതിരിക്കില്ല. ആ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കൂ. പാരറ്റാണ് വന്നിരിക്കുന്നത്. സമ്മൺ വിൽ ഗോസിപ്പ് അബൌട്ട് ആൾ യുവർ സീക്രറ്റ്സ്. ഇവിടെ നിങ്ങളുടെ ചില രഹസ്യ കാര്യങ്ങളിലേക്ക് നുണപ്രചരണം നടത്തുന്ന ആരോ ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ചില രഹസ്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. മറ്റുള്ളവരോട് നിങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ രഹസ്യം നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പോയി നുണപ്രചരണം നടത്തുക, ഇത് ചിലരുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ലൈറ്റ്നിങ് ആണ്. കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം. ഞാൻ തന്നെ ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, അല്ലേ?
പലർക്കും അങ്ങനെ കാണുന്നില്ല, എന്നിരുന്നാൽ കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണം നിമിത്തം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതിനെ നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യുക. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പ്രതിജ്ഞ എടുക്കാൻ പാടില്ല, മനസ്സിലായോ? ഒരുപാട് സന്തോഷം വരുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല. അതൊക്കെ മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ആലോചിച്ച് വേണം നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ, മനസ്സിലായല്ലേ? അപ്പോൾ അങ്ങനെ വേണം. പലരും നമുക്ക് ഒരുപാട് സന്തോഷം വരുന്ന അവസ്ഥയിൽ ഞാൻ അത് തരാം ഇത് തരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്യും. പിന്നീട് പ്രോമിസ് ചെയ്യുകയാണ്, പിന്നീട് നമ്മൾ തന്നെ വിഷമിച്ച് പോയോ അങ്ങനെ പറയണ്ടായിരുന്നല്ലോ എന്ന്, അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉള്ളതായിരിക്കണം ഈ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കൂടുതൽ വിഷമിച്ചിരിക്കുമ്പോഴും കൂടുതൽ സന്തോഷിച്ചിരിക്കുമ്പോഴും ഒന്നും ആരോടും പ്രത്യേകിച്ച് എടുത്തൊന്നും പറയണ്ട. അത് മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം പ്രതിജ്ഞകൾ കൈമാറാൻ. അതാണ് പറയുന്നത്, കൺട്രോൾ യുവർ ആങ്കർ. അപ്പോൾ ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. അതാണ് ഇന്നത്തെ ഒരു മെസ്സേജ്. ബോക്സാണ് വന്നിരിക്കുന്നത്. യു വിൽ റിസീവ് എ ഗിഫ്റ്റ്. നിങ്ങളിൽ ഇന്ന് ആരൊക്കെയോ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള, ആർക്കൊക്കെയോ ഒരു സമ്മാനം ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസമുണ്ട്. സമ്മാനം എന്ന് പറയുമ്പോൾ എന്താണ്? ചില സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം. എന്തെങ്കിലും വ്യക്തികളാവാം, അല്ലെങ്കിൽ സാഹചര്യമാവാം. ചില പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് വരാനുള്ള സമയം ആയിട്ടുണ്ട്, വരിക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഗുഡ് ലക്കാണ്, ഹോഴ്സ് ഷൂ ആണ് ഇവിടെ ഗുഡ് ലക്കാണ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള ഒരു ദിവസം ഇന്ന് വരാൻ പോകുന്നു. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഭാഗ്യത്തിൻ്റേതാവാം എന്ന് തന്നെ പറയാം. ഇവിടെ നെക്സ്റ്റാണ് വന്നിരിക്കുന്നത്, ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹൃദയപരമായ ഇമോഷൻസ്, കാരണം എന്താണ്? ലവിങ് ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? സ്നേഹമുള്ള നിറഞ്ഞ കുടുംബം, സന്തോഷം നിറഞ്ഞ ഒരു കുടുംബം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി ഉണ്ട്. കോയിൻസ്, മണി വിൽ ബി കമ്മിങ് ടു യു. കണ്ടില്ലേ? ആരിലൊക്കെയോ മണി വരാൻ പോകുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് ആർക്കൊക്കെയോ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു സന്തോഷകരമായ വാർത്തയാണ്, അല്ലേ? മണി വിൽ ബി കമ്മിങ് ടു യു. നിങ്ങളിലേക്ക് പൈസ, സാമ്പത്തിക ഫിനാൻസ് പരമായ ചില കാര്യങ്ങൾ, നല്ല എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്, വരിക തന്നെ ചെയ്യും. ഹാർപ്പ്, ഗ്രേറ്റ് ഹാപ്പിനെസ്. അതെ, ഒരുപാട് നല്ല സന്തോഷത്തിൻ്റേതായ ദിവസം ഇന്നത്തെ ദിവസം ആയിരിക്കും. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ തന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇന്ന് സന്തോഷം അനുഭവിക്കാം, സമാധാനം കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇന്ന് തന്നെ നിറയ്ക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം ചെലവിടാനും ഒക്കെയുള്ള സമയം ഇന്ന് പലരും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ അതുപോലെ വെൽത്ത് വരുന്നുണ്ട്, ധനം വരുന്നുണ്ട്. ധനം വരുന്നതിൻ്റെ 2 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ധനം കണ്ടില്ലേ? വെൽത്ത് നിങ്ങളിലേക്ക് ഇന്ന് സാമ്പത്തികം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അടുത്ത കാലത്തെങ്കിലും അത് വരാനുള്ള സാധ്യതയാണ്. ഇവിടെ സ്പിരിച്വൽ ലവ് വരും, കണ്ടില്ലേ? എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളിൽ പലരും ഇന്ന് ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പോകാനുള്ള എനർജി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളത് പോവുക തന്നെ ചെയ്യും. നിങ്ങൾ അത്തരത്തിലുള്ള ചിലരൊക്കെ രാമായണ വായന തുടങ്ങാനുള്ള സാധ്യതയുണ്ട്, അതിൽ പങ്കെടുക്കാനുള്ള സാധ്യത, ക്ഷേത്രങ്ങളിൽ പോകാനും അത് കേൾക്കാനും സന്തോഷം നിറയ്ക്കാനും സമാധാനമായിട്ടിരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നുണ്ട്. സ്പിരിച്വൽ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടോ? ഇതിൽ പരം എന്ത് വേണം? ആത്മീയപരമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക്, അതായത് ദൈവികമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇന്നത്തെ ദിവസം.